വെൽക്കം ബാക്ക് എവ്രി വൺ. നമ്മുടെ TCV സ്റ്റുഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ദിവസമാണ് നമ്മുടെ കലോത്സവത്തിൻ്റെ കലാപൂരം ഇങ്ങനെ കൊട്ടിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം നമ്മുടെ TCV സ്റ്റുഡിയോയിലുള്ളത് ഇന്നലെ നടന്ന നാടക മത്സരത്തിൽ A ഗ്രേഡ് കിട്ടിയതും അതുപോലെ മഹാനടനും മഹാനടിയും ആയ മികച്ച നടനും നടിക്കും കിട്ടിയ അവാർഡായിട്ടാണ് നമ്മുടെ കുറച്ച് കൂട്ടുകാരിപ്പോൾ നമ്മോടൊപ്പം TCV സ്റ്റുഡിയോയിൽ നിൽക്കുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? കോഴിക്കോട്, വടകര, കണ്ണൂർ, വളാഞ്ചേരി, കണ്ണൂർ. 3 പേര് ഇപ്പോൾ 3 സ്ഥലങ്ങളിൽ നിന്നാണോ വരുന്നത്? അതെ, ഇവർ രണ്ടുപേരും ഞങ്ങൾ സെയിം സ്ഥലത്തു നിന്നാണ്. ഓക്കെ, അപ്പോൾ 3 നാടകങ്ങളാണ്. അതിൽ മികച്ച നടനും മികച്ച നടിയും എന്നുള്ള അവതരണത്തിലാണ് നിൽക്കുന്നത്. ഏതാ സ്കൂള്? ഞാൻ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൊളത്തൂർ, മലപ്പുറം ജില്ല. സെൻറ് മേരീസ് HSS എടൂര്, കണ്ണൂർ. മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ, വടകര. അപ്പോൾ ഇങ്ങനൊരു അവാർഡും പിടിച്ചിപ്പോൾ നിൽക്കുമ്പോൾ നമുക്കറിയാം ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമാണ്. നമ്മൾ അതിൽ ഒരു പാർട്ടായിട്ട് നമ്മൾ നിൽക്കുകയാണ്. ഇപ്പം എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു, അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആശാനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇരവി പറഞ്ഞ നാടകത്തിൽ ഇരവി ആയിട്ടായിരുന്നു ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. ആ ക്യാരക്ടർ തന്നെയാണ് ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഹർലാൽ ബത്തേരി എഴുതി ഷിഖിൽ ഗൗരി ഡയറക്റ്റ് ചെയ്ത നാടക കമ്പനിയുടെ നാടകമായിരുന്നു ഇരവി. ഞങ്ങൾ ഫസ്റ്റ് ക്ലസ്റ്ററിലെ ഫസ്റ്റ് നാടകം തന്നെയായിരുന്നു. അപ്പോൾ നാടകം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് അനുമോദിച്ചിട്ടുണ്ടായിരുന്നു, നന്നായി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പറയുമ്പോൾ ഞങ്ങൾ അപ്പീൽ കൊടുത്ത് വന്ന നാടകമായിരുന്നു. കോർട്ട് അപ്പീൽ വഴി ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കിട്ടുന്നൊക്കെ. കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. വന്നിട്ട് അവരങ്ങനെ പറഞ്ഞപ്പോൾ അതിലേറെ സന്തോഷമുണ്ട്. നല്ല അഭിമാനം തോന്നി, നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്ലേയിൽ. ഞങ്ങളുടെ നാടകം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം സെയിം നാടകം കളിച്ച് ജില്ലയിൽ സെക്കൻഡായി പോയിട്ട് അതേ വാശിക്ക് കളിച്ച് സ്റ്റേറ്റിൽ വന്നതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങളിത് പ്രതീക്ഷിച്ചതല്ല. ഞങ്ങളെ എത്രയും സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ഡയറക്ടറും ഞങ്ങളുടെ നാടകം രചിച്ച ഞങ്ങളുടെ ജിനോ സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളുടെ പോക്ക് എന്ന നാടകത്തിന് എനിക്ക് മികച്ച നടിയും ഇവന് മികച്ച നടനും കിട്ടി. ഒരുപാട് സന്തോഷം. അപ്പോൾ ഒരു വാശിയേറിയ ഒരു പോരാട്ടത്തിൽ ഫസ്റ്റ് വാങ്ങണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ കലോത്സവത്തിൽ വന്നതല്ലേ? ഞാനും ഇതേപോലെ ജില്ലയിൽ സെക്കൻഡായിട്ട് അപ്പീൽ കൊടുത്ത് വന്നതാണ്. വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ ഒരു അവാർഡ് പിടിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു അവാർഡ്? ഞാൻ ജിനോ സാറിന് തന്നെയാണ്. ജിനോ സാറാണ് ഇത്ര എന്നെ ആക്കി തന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾ തകർത്ത് അഭിനയിച്ച ഇവരുടെ നാടകത്തിൻ്റെ നമുക്ക് അവരുടെ അഭിനയത്തിൻ്റെ ഒരു ഭാഗം കാണാം. എന്താ പറയാല്ലേ, ഒന്ന് കൈയടിച്ചു കൊടുക്കാം. കാരണം എത്ര നേരം ഭയങ്കര സൈലന്റ് ആയി നിന്നൊരു പെൺകുട്ടിയായിരുന്നു. പെട്ടെന്ന് അവള് തികച്ചും ജസ്റ്റ് ടേക്ക് എന്ന് പറഞ്ഞ സമയത്ത് തന്നെ അവിടെ ഒരു ഭാവം പുറത്തു വന്നത് കണ്ടോ? അപ്പോൾ കൺഗ്രാറ്റുലേഷൻ. നമുക്ക് ഈ ഒരു അർഹയായ ഒരു കുട്ടി തന്നെയാണ്, ഈ ഒരു അവാർഡിന് വളരെ നന്നായിട്ട് അർഹയായ ഒരു കുട്ടി തന്നെയാണ്. അപ്പോൾ അടുത്ത ആളിലേക്ക് പോവാം. എന്താ നാടകത്തിന്റെ പേര്? പോക്ക് എന്നാണ് ഞങ്ങളുടെ നാടകം. എന്തായിരുന്നു? പോക്ക്. അപ്പോൾ പോക്ക് നാടകത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. എടാ കൊച്ചനെ, ജീവനും ജീവിതവും വാരിപ്പെറുക്കി അങ്ങ് തിരുവിതാംകൂറിന്ന് ഞങ്ങൾ ഈ മലമൂട്ടിലേക്ക് മൂരിവണ്ടി കയറിയത് നിക്കക്കള്ളിയില്ലാത്ത നിവർത്തികേട് കൊണ്ടാ. എന്നാ ഇപ്പം നീ കിടന്ന് മിറിക്കുന്നത് ഇവിടെ നിനക്ക് എന്നാത്തിന്റെ കുറവുണ്ടായിട്ടാ? എന്താ നാടകത്തിന്റെ പേര്? അമ്മച്ചി, നിവർത്തികേട് അത് ഓരോരുത്തർക്കും ഓരോന്നാ. എനിക്ക് എൻ്റെ രുചികളുണ്ട്, എൻ്റെ മാത്രം രുചികൾ. എൻ്റെ രുചികളും അഭിരുചികളും തേടി പോകണം എനിക്ക്. പിൻവിളി വിളിക്കരുത്, മിഴിനാറ് കൊണ്ടെൻ്റെ കടല് കെട്ടരുത്. കണ ഒരിക്കൽ ചിലക്കാണ്ട് പോണയാണെന്ന് ഈ മാക്കോടം മുരളി ആദ്യമായിട്ടൊന്നല്ലേ തെയ്യം കെട്ടവും കള്ളുടിക്കുകയും ചെയ്യുന്നത്. പുറം ആ ദേശത്തിൻ്റെ ഭാഷയൊക്കെ കൃത്യമായി പഠിച്ച് അതിന് കറക്റ്റ് ഭാവങ്ങളൊക്കെ കൊടുത്ത് നല്ല ഉശിരുള്ള ചുണക്കുട്ടികളെന്ന് പറഞ്ഞാലും പോരാ എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു അവാർഡിന് അവർ കൃത്യമായി അർഹരായ ഒരു കുട്ടികളാണ്. നമുക്കൊരു നല്ലൊരു കൈയടി കൊടുക്കാം അവർക്ക്. ഈ 2 നാടകത്തിൻ്റെയും ഡയറക്ടറും നമ്മോടൊപ്പം കൂടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് വേദിയിലോട്ട് ക്ഷണിക്കാം. എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം? കുട്ടികൾ നല്ല ഒരു അവാർഡൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അതെ, വലിയ സന്തോഷം. ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും എൻ്റെ രചനയിലും സംവിധാനത്തിലും 3 നാടകങ്ങളാണ്
പങ്കെടുത്തത്. 3 നാടകങ്ങളും മികച്ച നാടകങ്ങളായി എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ 6 മികച്ച നടീനടന്മാരെ തിരഞ്ഞെടുത്തതിൽ 4 ആളുകളും ഞാൻ സംവിധാനം നിർവഹിച്ച നാടകത്തിലെ ആളുകളാണെന്നുള്ളത് സന്തോഷം. അതിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഭാഷ എന്ന ഏറെ ശ്രദ്ധിക്കപ്പെട്ട നാടകത്തിൽ മികച്ച നടൻ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പോക്ക് എന്ന നാടകത്തിൽ മികച്ച നടനും നടിയും, അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മേമുണ്ട സ്കൂളിനു വേണ്ടി ചെയ്ത തട്ടം എന്ന നാടകത്തിലെ മികച്ച നടൻ. അങ്ങനെ വലിയ സന്തോഷം നിറഞ്ഞ ഒരു വർഷമാണിത് എന്നെ സംബന്ധിച്ച്. താങ്ക് യു സർ. എന്തായാലും ജിനോ ജോസഫ് സംഗീത അക്കാദമിയുടെ അവാർഡ് വിന്നറാണ്. ഭരത് പീജാനിയുടെ അവാർഡ് നേരത്തെ 4 വർഷം മുമ്പ് മികച്ച രചനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഭരത് പീജാനിയുടെ പേരുള്ള മെമൻറ്റോ അവാർഡ്സാണ് മീഡിയ സെൻറ്ററിൽ വെച്ച് കൊടുത്തത്. അതാണ് ഇവരുടെ കയ്യിലുള്ളത്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി നാടക മത്സരം എന്നുള്ള രീതിയിൽ 2014 മുതൽ നമ്മൾ കൊടുക്കുന്നതാണ്. പാർട്ട് ഓയിനോ ഫിലിംസും ഇപ്പോൾ ബിന്നി മെട്ടി ഫൗണ്ടേഷനും ഒലീവിയയും സൂര്യകിരൺ ഫിലിംസും കൂടിയിട്ടാണ്. ഇത് 7ാം തവണയാണ്. 19 ആലപ്പുഴ കൊടുത്ത് നിർത്തിയിട്ട് നമ്മളിപ്പോൾ വീണ്ടും തൃശ്ശൂർ മുതൽ കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് അവാർഡ്സ് പി ജാനിയുടെ പേരിൽ കൊടുക്കുന്നുണ്ട്. അത് വലിയ പ്രചോദനമാവട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ സ്കൂളിലെ മികച്ച കലാകാരികൾക്ക് അഭിനയ പ്രതിഭ അവാർഡ് എന്നുള്ള രീതിയിലാണ് 1000 രൂപയുടെ പുസ്തകവും മെമൻറ്റോയും പ്രശസ്തി പത്രമൊക്കെ കൊടുക്കുക. അതാണ് ഇവരെ കയ്യിലുള്ളത്. ഓക്കെ, ഞാൻ ചാക്കോടി അന്തിക്കാട്. അപ്പോൾ ഒരുപാട് സന്തോഷം. വൺസ് അഗെയിൻ ഈ ചോണക്കുട്ടികൾക്ക് നല്ലൊരു കൺഗ്രാറ്റുലേഷൻ നൽകുകയാണ്. അതിനോടൊപ്പം തന്നെ TCV സ്റ്റുഡിയോയിൽ നിന്ന് നമ്മുടെ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ നൽകുന്ന ഒരു കുഞ്ഞ് സമ്മാനം കൂടിയുണ്ട്. മൊമെൻറ്റോയും മെഡലും ആണത് നൽകാനായിട്ട് ക്ഷണിക്കുന്നു. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു ആൻഡ് കൺഗ്രാറ്റുലേഷൻ.